എല്ലാ പ്രിയപ്പെട്ടവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ദിവസം നമ്മളൊരു പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. മണിമലയിൽ നിന്നും ഒരു കുഞ്ഞ് ഡോഗിനെ റെസ്ക്യൂ ചെയ്ത കാര്യം. ആ കുഞ്ഞു ഡോഗിൻ്റെ ശരീരത്തിലാകമാനം രോമം പോകുകയും സ്കിന്നിന് ഡിസീസ് വന്നിട്ട് ചെറിയ ചെറിയ മുറിവുകളുണ്ടായി. ആ മുറിവിൽ ഈച്ചയുടെ ആക്രമണം ഉണ്ടായി. ഈച്ച മുട്ടയിട്ട് അത് പുഴുവായി ശരീരത്തിൽ ചെറിയ ചെറിയ ദ്വാരങ്ങളായത് മാറിയ സാഹചര്യമാണ് ഉണ്ടായിരുന്നത്. ഈ ഡോഗിനെ നോക്കിക്കൊണ്ടിരുന്ന ആ സ്ത്രീ ഒരു ക്യാൻസർ പേഷ്യൻ്റാണ്. ആ സ്ത്രീയും അവരുടെ അമ്മയും മാത്രമാണ് അവരുടെ വീട്ടിലുണ്ടായിരുന്നത്. ആ അമ്മയ്ക്ക് കുറച്ച് ദിവസങ്ങളായിട്ട് അസുഖം മൂലം ഹോസ്പിറ്റലിലാണ്. അങ്ങനെ ഒരു സാഹചര്യത്തിൽ അവർക്ക് വേണ്ടത്ര ശ്രദ്ധ ഈ കുഞ്ഞിന്റെ കാര്യത്തിൽ കാണിക്കുവാൻ സാധിച്ചിട്ടില്ല. അതുകൊണ്ട് ആയിരിക്കണം ഇങ്ങനെ സംഭവിച്ചത് എന്നാണ് കരുതുന്നത്. എന്തായാലും അവർ നമ്മളെ വിളിച്ച് അറിയിച്ചതിന് പ്രകാരമാണ് നമ്മൾ ഈ ഡോഗിനെ എടുത്തത്. ഇതിനു മുമ്പ് തന്നെ ഈ ഡോഗിനെ നമ്മൾ ഒരു തവണ ആ സ്ത്രീയുടെ പക്കൽ നിന്നും എടുത്ത് ഹോസ്പിറ്റലിൽ കാണിക്കുവാൻ സഹായിച്ചിട്ടുണ്ടായിരുന്നതാണ്. ഇവന് എഴുന്നേറ്റ് നടക്കുവാൻ, പെൺകുട്ടിയാണ്, എഴുന്നേറ്റ് നടക്കുവാനുള്ള ഒരു സാഹചര്യം ഇല്ലാതെ വന്നിരിക്കുകയാണ്. അതിനുള്ള ചികിത്സയൊക്കെ ഒരു ഘട്ടം വരെയൊക്കെ നമ്മൾ കൊടുത്തതാണ്. പക്ഷെ അത് മുഴുമിക്കാൻ സാധിച്ചില്ല. നമ്മളുടെ പരിമിതമായ സാഹചര്യം വെച്ചിട്ടാണല്ലോ നമ്മളിതൊക്കെ ചെയ്യുക. അപ്പോൾ ഇപ്പോഴും എഴുന്നേറ്റ് നടക്കാൻ പറ്റുന്ന ഒരു സാഹചര്യത്തിലല്ല ഈ കുഞ്ഞ് ഉള്ളത്. എന്തായാലും അവളെ എടുത്തു, വീട്ടിൽ കൊണ്ടുവന്നു. മുറിവുകളെല്ലാം പുഴുക്കൾ നിറഞ്ഞിരിക്കുന്നതായിരുന്നു. ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം ആ ഫ്ലിക്കൗട്ട് അടിച്ച് ആ പുഴുവിനെ മുഴുവൻ നമ്മളെ കൊണ്ട് സാധിക്കുന്നത്ര പുറത്തെടുത്ത് മുറിവുകൾ ക്ലീൻ ചെയ്തു. ഗോഡ് ബൈ പൗഡർ ഇട്ടു. ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം തന്നെ ഐവർമെറ്റിൻ ടാബ്ലറ്റ് എൻ്റെ ഒരു ചെറിയ ഡോസേജ് കൊടുത്തു. എന്നിട്ട് വീട്ടിൽ ഐസൊലേറ്റ് ചെയ്ത് വയ്ക്കുകയാണ് ചെയ്തത്. കാരണം ഈ സ്കിൻ ഡിസീസ് മെയിഞ്ചാണ് എന്നാണ് നമ്മൾ സംശയിച്ചിരുന്നത്. ആ മെയിഞ്ചിന്റെ ഒരു പ്രശ്നം, അത് പകരുന്ന അസുഖമാണ്. മെയിഞ്ച് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, തെരുവിലെ നായ്ക്കുഞ്ഞുങ്ങൾക്കൊക്കെ കണ്ടുവരുന്ന രോഗമാണ്. സ്കിന്നൊക്കെ പോയിട്ട് അതൊരു ചാര നിറത്തിലായി അങ്ങിങ്ങ് മുറിവൊക്കെ ആയിട്ട് ഇവരൊക്കെ വഴിയരികിലൊക്കെ നിൽക്കുന്ന കാണാം. അപ്പൊ മൃഗസ്നേഹികളായിട്ടുള്ള അവരൊക്കെ കാണുകയാണെങ്കിൽ സിംബാരിക്ക് അതുപോലുള്ള ഗുളികയൊക്കെ ഏതെങ്കിലും ഫുഡിനകത്തൊക്കെ മേടിച്ച് പകുതിയോ ഒക്കെ വെച്ച് കൊടുത്ത് സുഖപ്പെടുത്തുന്ന കഥയൊക്കെ നമ്മൾ പലയിടത്തും കേട്ടിട്ടുള്ളതാണല്ലോ. ഇവൾക്കും ആ തരത്തിലുള്ള എന്തെങ്കിലും മെഡിസിനാണ് കൊടുക്കേണ്ടത്. മെഡിസിൻ ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം അതിൻ്റെ വെയിറ്റും അതിൻ്റെ ആരോഗ്യസ്ഥിതി അനുസരിച്ച് മാത്രമേ ചെയ്യുവാൻ സാധിക്കത്തുള്ളൂ. അതുകൊണ്ടാണ് നമ്മൾ അതിനു വേണ്ടി വെയിറ്റ് ചെയ്യണം. ഈ തൽക്കാലം ഈ വൂണ്ടൊക്കെ ഒന്ന് സുഖപ്പെട്ടതിന് ശേഷം ആ മെഡിസിൻ സ്റ്റാർട്ട് ചെയ്യണം. ഒപ്പം തന്നെ ഈ കാലിന് ഒടിവുണ്ട് എന്ന് ഇപ്പോൾ കണ്ടെത്തിയിട്ടുണ്ട്. ആ ഒടിവിന് വേണ്ട ചികിത്സ ഇതും തന്നെ ചെയ്യേണ്ടതുണ്ട്. അത് മാത്രമല്ല ഒരു പ്രശ്നം, ഇതിനോടൊപ്പം ഈ ഡോഗിന്റെ കൂടെ മെയിഞ്ച് ബാധിച്ച മറ്റൊരു കുഞ്ഞും കൂടെ അവിടെ ഉണ്ട് എന്നാണ് ഇപ്പോഴും നമ്മൾ അറിയുന്നത്. അതിനെയും കൂടി നമ്മൾ എടുക്കണം. ഇവരെ രണ്ടുപേരെയും ഐസൊലേറ്റ് ചെയ്ത് നമ്മൾ നിർത്തണം. അങ്ങനെ ഐസൊലേറ്റ് ചെയ്ത് നിർത്തിക്കൊണ്ട് ചികിത്സ കൊടുത്ത് വേണം മുന്നോട്ട് പോകാൻ. ഇവൾക്ക് മാത്രമായിട്ട് ഒടിവിന് വേണ്ട ഒരു ചികിത്സയും കൂടി കൊടുക്കേണ്ടതായിട്ടുണ്ട്. എന്തായാലും പിറ്റേന്ന്, അതായത് ഇന്ന്, ഞങ്ങൾ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി എല്ലാ മുറിവുകളും നോക്കി സ്കിന്ന് ടെസ്റ്റ് ചെയ്തു. നമ്മൾ സംശയിച്ചിരുന്നത് പോലെ തന്നെ അത് മെയിഞ്ചാണ് എന്ന് കൺഫേം ചെയ്തിട്ടുണ്ട്. അപ്പം മെയിഞ്ചിനാവശ്യമായ ചികിത്സയാണ് ഇനി ചെയ്യേണ്ടതായിട്ട് ഉള്ളത്. അതിന് എല്ലാവരുടെയൊക്കെ സഹായവും സഹകരണങ്ങളും ഒക്കെ വേണം. എല്ലാവരിലേക്കും ഈ വീഡിയോ ഷെയർ ചെയ്ത് എത്തിക്കുന്നതിലൊക്കെ വേണ്ടത്ര ഒരു സഹകരണം ഉണ്ടാകണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്.
ഇവർക്ക് നമുക്ക് ഏതെങ്കിലും രീതിയിൽ കുഞ്ഞുങ്ങളെ ഒന്ന് സുഖപ്പെടുത്തിയതിന് ശേഷം ആർക്കെങ്കിലും അഡോപ്ഷനായിട്ട് നൽകണം. അതാണ് നമ്മുടെ ഒരു ആഗ്രഹം. അതിന് എല്ലാവരുടെയും പ്രാർത്ഥനയും വേണ്ടത്ര സഹകരണമൊക്കെ ഉണ്ടാകണമെന്ന് ഒരിക്കൽ കൂടി അഭ്യർത്ഥിക്കുകയാണ്. വീഡിയോ